ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന ഷോയെ കുറിച്ചാണ്. നമ്മളെല്ലാം ഇപ്പം ഏഷ്യാനെറ്റ് ചാനലിൽ കുറേ വർഷങ്ങളായിട്ട് റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് ഷോ. ഇപ്പം 5-6 സീസൺ വരെയായി. അപ്പം നമ്മൾ ഇതിനകത്ത് ഇതിൻ്റെ ഒരു ഗൗരവമേറിയ ഒരു കാര്യം, ഈ ഷോ അവർ അവകാശപ്പെടുന്നത് സമൂഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രതിഫലനമാണ് ഈ ഷോ എന്നാണ്. അത് ഏകദേശമൊക്കെ ശരിയായിരിക്കാം. പക്ഷെ എങ്കിൽ തന്നെ ഈ ഷോയ്ക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റെ വീഡിയോയിൽ തന്നെ ഉണ്ട്. എങ്കിൽ തന്നെ ഞാനിതിനകത്ത് പാർട്ടിസിപ്പൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനകത്ത് പങ്കെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഈ ഷോയിൽ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ്. ഒരുപാട് കണ്ടസ്റ്റൻസ് ഈ 6 സീസണായിട്ട് 100-ലധികം അല്ലെങ്കിൽ 100-ലല്ല 1000-ലധികം കണ്ടസ്റ്റൻസ് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഷോയ്ക്ക് അല്ലെങ്കിൽ ഒരു 2-3 ഒരാഴ്ച വന്നിട്ട് പോയവരും ഉൾപ്പെടെ ഒരുപാട് പേര് ഈ ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ ഈ ഷോയിൽ, അതായത് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഒരാൾ ഈ ഷോയിൽ വന്നിട്ട് അവരുടെ ഇമേജും അവരുടെ കരിയറും ഒരുപക്ഷെ തകർന്നു പോയിട്ടേ ഉള്ളൂ. നമുക്കറിയാം, ഈ ഷോയിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതിൽ ഇപ്പം നമുക്ക് ആ ഫസ്റ്റ് സീസണിൽ തന്നെ എടുക്കാം. അതിൽ വിന്നർ ഒഴികെ ബാക്കി ആരും നമുക്ക് ഇപ്പം മെയിൻ സ്ട്രീം പോയിട്ട് അവരെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. അവര് മെയിൻ സ്ട്രീം അല്ലെങ്കിൽ അവരൊക്കെ പ്രതീക്ഷയോടെ വന്നേക്കുന്ന ഒരു പക്ഷെങ്കിൽ മെയിൻ സ്ട്രീം ഇൻഡസ്ട്രിയിലേക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാമെന്നുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ ആ ഷോയ്ക്കകത്ത് തന്നെ അവരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ മെയിൻ സ്ട്രീം അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ അങ്ങനെയൊക്കെയാണ്. പക്ഷെ അവരൊക്കെ അന്ന് ഒന്നും എത്താതെ അവരൊക്കെ ആ ഷോ എന്ന് പറയുന്ന ഒറ്റ ഒരു കാരണം കൊണ്ട് അവര് ഫീൽഡ് ഔട്ട് ആയി പോയ പോലെ തോന്നി. ഒരുപക്ഷെ അന്നത്തെ ആ ഷോയിൽ ഉണ്ടായിരുന്ന പലരും സീരിയൽ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, അതായത് ആങ്കർ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അവർക്ക് ആങ്കറിങ് ജോലി പോലും കിട്ടാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നു. കാരണം പറയാം. അത് കഴിഞ്ഞ് 2-ാമത്തെ 3-ാമത്തെ ഇപ്പൊ 6-ാമത്തെ സീസണിൽ വരെ നിൽക്കുന്ന ഈ ഘട്ടത്തില് ഇതിലെ കണ്ടസ്റ്റൻസ്, അതായത് വിന്നറിനെ പോലും, അതായത് ഇതിന്റെ ബിഗ് ബോസിന്റെ വിന്നർ എന്ന് പറയുന്ന ഈ 6 സീസണിലുള്ള വിന്നറിനെ പോലും സമൂഹം അല്ലെങ്കിൽ അവർക്ക് പോലും അവസാനം ഒരു ഫീൽഡ് ഔട്ട് എന്ന രീതിയിൽ, അതായത് എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും അവരുടെ കരിയർ ഒരു രീതിയിൽ എല്ലാ രീതിയിലും അവർ ഫീൽഡ് ഔട്ട് ആകുന്ന ഒരു പ്രവണതയാണ് ബിഗ് ബോസ് ഷോയിലെ ഓരോ കണ്ടസ്റ്റന്റിനെയും നമ്മൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഫീൽഡ് ഔട്ട് അല്ലെങ്കിൽ ഇവരുടെ കരിയർ ഉൾപ്പെടെ. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞ ഒരു സീരിയൽ ആർട്ടിസ്റ്റ്, ഒരു മെയിൻ സ്ട്രീം അല്ലെങ്കിൽ ഒരു നല്ല ചാനലിൽ സീരിയൽ ആർട്ടിസ്റ്റ് ഈ ബിഗ് ബോസ് ഷോയിലോട്ട് വരുവാണെങ്കിൽ അവരുടെ ഒരു 100 ദിവസം അല്ലെങ്കിൽ 50 ദിവസം അവർ നിന്ന് കഴിഞ്ഞ് അടുത്തത് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് സീരിയലും കാണത്തില്ല, ഒന്നും കാണത്തില്ല. അവരിനിയും അവരുടെ ആ കരിയർ പാടെ നശിച്ച പോലാണ് നമുക്ക് തോന്നുന്നത്. കാരണം അവരെ കുറിച്ച് പിന്നീട് ബിഗ് ബോസ് ഷോ മാത്രമല്ല, ലാസ്റ്റ് അവരുടെ ഫൈനൽ പരിപാടി ബിഗ് ബോസ് ഷോ, അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് ഒരു പരിപാടിയും ഇല്ലാത്ത പോലെ ഒരു രീതിയായിട്ട് മാറിയിട്ടുണ്ട് ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റിന്റെ അവസ്ഥ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ സീരിയൽ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞാൽ അവിടെ അഭിനയിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളെല്ലാം അഭിനയം അല്ലെങ്കിൽ മറ്റ് കലാരൂപങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു വൾഗറായിട്ടുള്ള നമ്മുടെ സ്വഭാവങ്ങൾ ഒരിക്കലും ഒരു ഷോയിലും ഒരിടത്തും ആ ആർട്ടിസ്റ്റ് കാണിക്കാനിടയില്ല. പക്ഷെ ഈ ബിഗ് ബോസ് ഷോയിലേക്ക് വരുമ്പോൾ നമ്മുടെ വൾഗാരിറ്റി അല്ലെങ്കിൽ നമ്മുടെ ശരിക്കുമുള്ള റിയൽ സ്വഭാവങ്ങൾ പ്രേക്ഷകർ കാണുമെന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഷോയിലെ ഓരോ സന്ദർഭങ്ങളിലും അതിനനുസരിച്ചുള്ള പാറ്റേണിലാണ് ആ ഷോ വിഭാവനം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം കാണിച്ചാൽ നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ദേഷ്യം, നമ്മുടെ ചില അഗ്ലി ആയിട്ടുള്ള സ്വഭാവങ്ങൾ ഇതെല്ലാം പുറത്ത് കൊണ്ടുവരും. പുറത്ത് ഈ ഷോയ്ക്കകത്തൂടെ നമ്മൾ പുറലോകം കാണുമ്പോൾ അവർ നമ്മളെ വിലയിരുത്തുമ്പോൾ നമ്മുടെ ഒരുപക്ഷെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഒരുപക്ഷെ നമ്മുടെ ഫോട്ടോ പോലും അല്ലെങ്കിൽ നമ്മുടെ പടം പോലും കാണുന്നുണ്ടല്ലോ എന്നൊരു ചിന്താഗതി ഉണ്ടാവും. ആ ഒരു ചിന്താഗതി മൂലം നമ്മുടെ ഒരു TV പ്രോഗ്രാംസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോയോ അല്ലെങ്കിൽ ഒരു ആങ്കറിങ് പരിപാടിയോ ഒക്കെ നടത്തുമ്പോൾ അതിന്റെ സംഘാടകർ പോലും ഒരുപക്ഷെങ്കിൽ ഇവരെ മാറ്റി നിർത്തും. അങ്ങനെ ഇപ്പം
ഒത്തിരി ആർട്ടിസ്റ്റ് ഉണ്ട്. ഉദാഹരണം മഞ്ജു പത്രോസ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസ് ഷോയിൽ പോയി കഴിഞ്ഞ് പിന്നെ എനിക്ക് സീരിയൽ ഇൻഡസ്ട്രിയിലോട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലോട്ട് വരാൻ ഭയങ്കര പാടായിരുന്നു. കാരണം അവര് അഭിനയിക്കുന്ന അല്ലെങ്കിൽ അവര് അത് ചെയ്യുന്ന സീരിയലിലെ താഴെ കമന്റുകളും മറ്റ് ഇതൊക്കെ ഇവരെ ഇനി അഭിനയിപ്പിക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കമന്റുകളും, കാരണം ജനങ്ങൾക്ക് ഇവരെ വെറുക്കാൻ ഒരു സിറ്റുവേഷൻ ഈ ബിഗ് ബോസ് ഷോ കൊണ്ട് ഉണ്ടാകുന്നു. പിന്നെ ചില ആൾക്കാര് ഈ ഷോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ ആ ജെനുവിനിറ്റി സ്വഭാവങ്ങള് വേറെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലൂടെ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഒരു നല്ല ഒരു, കാരണം ജനങ്ങൾ ഇവരെ പതിയെ പതിയെ അക്സെപ്റ്റ് ചെയ്ത് വന്നവരും കുറച്ചു പേരുണ്ട്. എങ്കിൽ തന്നെ നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ പേളിമാണി ആദ്യത്തെ ഫസ്റ്റ് സീസണിലെ ഷോയിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ പിന്നീട് ഇവരുടെ ഷോസ് ആങ്കറായിട്ടായിരുന്നു. ആങ്കറിങ്ങിൽ പീക്ക് നിൽക്കുന്ന സമയത്താണ് ബിഗ് ബോസ് ഷോയിലേക്ക് വരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ വന്ന കരിയർക്ക് മാരേജ് അങ്ങനെ വന്ന് ഈ കരിയറിന്റെ ഒരു ലോയിലേക്ക് പോയി പിന്നീട് അവര് പിടിച്ചു കയറിയ പോലെ ഒരു തന്റെ പേളിമാണി ഷോ എന്നൊക്കെ പറഞ്ഞൊരു പുതിയ സംഭവമൊക്കെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് വന്നതാണ്. അപ്പൊ അതുപോലെ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ എനിക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റ് സ്വയം തീരുമാനിച്ച് മുന്നോട്ട് കയറി വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഷോയിൽ വന്നു കഴിഞ്ഞാൽ 100% നമ്മുടെ എല്ലാ ഇമേജും തകർന്ന് ഒരുപക്ഷെങ്കിൽ നമുക്ക് നമ്മുടെ കരിയറിലെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു സ്വസ്ഥമായിട്ട് ഒരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഈ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഉദാഹരണം പറഞ്ഞാൽ ഒരു സിനിമ, സീരിയൽ, അങ്ങനെ ആർട്ടിസ്റ്റ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് കയറി വരാൻ ഈ ബിഗ് ബോസ് ഷോയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ. ഒരിക്കലും ഈ ബിഗ് ബോസ് ഷോയുടെ ആങ്കർ ഒരിക്കൽ പറഞ്ഞിരുന്നു, സമൂഹത്തിൽ നടക്കുന്ന റിഫ്ലക്ഷൻ ആണ് ഈ ഷോ എന്ന്. അതിനോട് എനിക്ക് 100% വിയോജിപ്പാണ്. സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പ്രതിഫലിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് എന്നല്ലാതെ സമൂഹവുമായിട്ട് ഈ ഷോയ്ക്ക് ഒരു ബന്ധവുമില്ല. സമൂഹത്തിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, പല നല്ലതും അഴുക്കും ഒക്കെ നടക്കുന്നുണ്ട്. സമൂഹം എന്ന് പറയുന്ന വലിയ ഒരു ചുറ്റുപാട്. കാരണം മലയാളി സമൂഹം എന്ന് ഉദ്ദേശിക്കുന്ന മലയാളി ഷോ ആയതുകൊണ്ട് മലയാളി സമൂഹത്തെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരിക്കലും ഒരു സമൂഹത്തിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ അവരൊരു ഷോ നടത്തുന്നു, അതില് ടാർഗറ്റ് ചെയ്ത് കുറച്ച് ആൾക്കാരെ ഇവര് പിക്ക് ചെയ്ത് ആ ഷോയുടെ 100 ദിവസത്തേന് കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ അവരെ കുറെ ഗെയിമുകൾ കാണിച്ചും അവരെ സൈക്കോളജിക്കലി അവരെ ഒരു മെന്റൽ ഡ്രാമയിലൂടെ നടത്തിക്കൊണ്ട് പോയിട്ട് അവരുടെ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ മുമ്പിലോട്ട് ഒരു പാമ്പിനെ ഇട്ട് തന്നാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള രീതി ജനങ്ങളെ കാണിച്ച് വേറൊരു ലെവലിൽ ആ സിറ്റുവേഷൻ എൻ്റെ ക്യാമറയിൽ പകർത്തി ജനങ്ങളെ പരിഭ്രാന്തി ഉണ്ടാക്കി, അകത്തുള്ളവരെ പരിഭ്രാന്തി ഉണ്ടാക്കി ഒരു പ്രത്യേകതരം ഷോയാണ് ബിഗ് ബോസ് ഷോ. ഒരിക്കലും അത് നല്ല കാര്യമാണെന്ന് ചോദിച്ചാൽ അതൊരു ഷോ ആയതുകൊണ്ട് ഒരിക്കലും അത് നല്ലതാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലല്ലേ കേരളത്തിൽ അത് നിയമപരമായിട്ട് അംഗീകാരം കിട്ടിയ ഒരു ഷോയാണ്. അല്ലാതെ ഒരു അംഗീകാരമില്ലാത്ത ഒരു ഷോ ഒരു ചാനലിലോ നടത്താൻ പാടില്ല. അപ്പോൾ അതിന്റെ എല്ലാ നല്ല വശങ്ങളും അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും അത് തെറ്റായ ഒരു ഷോ അല്ല. പക്ഷെ അതിനകത്ത് ആ ഷോയിലെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നതിലോട് യോജിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഈ ബിഗ് ബോസ് ഷോയിലെ കണ്ടസ്റ്റന്റിനെ വെച്ച് ഒരാൾ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടാൽ മതി, ആ ഷോയിൽ നിന്ന് ഇറക്കി വിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ പഴയ സീസണിലെ ഒരു ഷോയുടെ ഒരു ചെറിയ ക്ലിപ്സാണ് ഞാൻ കണ്ടത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അത്രമാത്രം ഈ നോർമൽ പീപ്പിൾ, അതായത് സാധാരണ ജനങ്ങൾ ഈ ഷോയെ വളരെയധികം ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം അതിലെ കഥാപാത്രങ്ങളെ കരയുമ്പോൾ ഇവിടെ പുറത്തിരിക്കുന്ന പ്രേക്ഷകനും കരയുന്നു. അവിടെ കഥാപാത്രങ്ങൾ ചിരിക്കുമ്പോൾ അവിടുത്തെ ആൾക്കാർ ചിരിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ലിങ്ക് സമൂഹവുമായിട്ട് ഈ ഷോയ്ക്കുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഒരു സീരിയല് കണ്ടാൽ അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടാൽ നമുക്ക് ഒരു പരിധി വരെ അതൊരു അഭിനയമാണ്, മറ്റേതാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഈ ഷോയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയില്ല. എല്ലാവരും വിചാരിക്കുന്നത് റിയൽ ഒരു സംഭവമാണ്, ഒരു റിയലായിട്ടാണ് അവിടെ നടക്കുന്നതെല്ലാം എന്ന്. പക്ഷെ അത് 99% തെറ്റായ ഒരു കാര്യമാണ്. അവിടെ റിയലായിട്ടൊന്നും നടക്കുന്നില്ല. അവിടെ എല്ലാം പ്രീ പ്ലാൻഡും അവിടെയെല്ലാം അവരുടെ
ഷോയുടെ മുന്നോട്ടുള്ള നടത്തിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഷോയുടെ റേറ്റിങ്ങിന് വേണ്ടി അവരെല്ലാം പ്രീ പ്ലാൻ ചെയ്ത് തന്നെ ചെയ്യുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ചില കാര്യങ്ങളൊക്കെ പ്രീ പ്ലാൻ അല്ലാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രീ പ്ലാൻ അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് നിങ്ങൾക്ക് ഷോ അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഓരോ സീസണിലും നിങ്ങൾ പതിയെ ഇരുന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്. അത് വേറൊരു വീഡിയോ ഞാൻ പറയാം. ഒരിക്കലും ഈ ഷോ ഒരിക്കലും നമ്മൾ സീരിയൽ അല്ലെ സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ ഓരോ ഷോർട്സ് ആയിട്ടും അല്ലെ ഓരോ രംഗങ്ങൾ പറഞ്ഞും ഷൂട്ട് ചെയ്യുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ്. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് ലൈവായിട്ട് 24/7 എന്ന് പറയുന്ന ടൈമിൽ ഇത് കാണിക്കുന്ന ഒരു സംഭവമേ അല്ല. ഇത് ജനങ്ങൾ ഒരുപാട് പേര് ഏറ്റെടുത്ത് ഇതിൽ എന്തോ ഒരു നമുക്കിപ്പോൾ ഉദാഹരണം പറയാം. നമ്മളൊരു ഇലക്ഷൻ നടക്കുവാണെങ്കിൽ ആ ഇലക്ഷനെ ചുറ്റിപ്പറ്റി ഒരു വലിയൊരു മീഡിയ ഹൈപ്പും ഒരു 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 പ്രത്യേക ഒരു അന്തരീക്ഷം സമൂഹത്തിലൊക്കെ നടക്കും. അതുപോലെ തന്നെ ഈ ഷോയുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ആ 90 ദിവസങ്ങൾ ഈ ഷോ നമുക്ക് മനസ്സിലാക്കാൻ ചോദിച്ചു. അകത്ത് നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചും പുറത്തുള്ള യൂട്യൂബേഴ്സ് ചാനൽസ് അവരൊക്കെ ഇതിനെക്കുറിച്ച് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ, അതായത് ഓരോ എപ്പിസോഡ് വേർതിരിച്ച് ഇതിന്റെ തെറ്റും ശരിയും പറയുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പം ഈ ഷോ സമൂഹത്തിനും നല്ലതാണ് എങ്കിൽ തന്നെ ഇത് സമൂഹം ഏറ്റെടുക്കുന്ന പോലെ തന്നെ അതിനകത്തുള്ള കണ്ടസ്റ്റന്റിനെയും ആൾക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ കണ്ടസ്റ്റന്റിന്റെ കരിയറിനെയും വളരെയധികം ബാധിക്കുന്നുണ്ട് അവരുടെ റിയൽ സ്വഭാവം ഇതിലേക്ക് വരുമ്പോൾ. അതാണ് ഈ ബിഗ് ബോസ് ഷോയിലെ കണ്ടസ്റ്റൻസുകൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരുപക്ഷെ അവർ പോലും അറിയത്തില്ല അവർ നെഗറ്റീവായിട്ടാണ് തിരിച്ചു വരുന്നതെന്ന്. ചിലർ പോസിറ്റീവായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്, അറിയാൻ പറ്റത്തില്ല. കാരണം ആ ഷോയുടെ എഡിറ്റിങ്ങും അവരൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അത് ചെയ്യുമ്പോൾ ഓരോ കണ്ടസ്റ്റന്റിന്റെയും ഓരോ ക്യാരക്ടർ, അല്ലെങ്കിൽ അതിന് ക്യാരക്ടർ തന്നെ എന്ന് പറയാം. ആ ക്യാരക്ടർ അല്ലെങ്കിൽ ആ വ്യക്തി റിയലായിട്ട് അയാളുടെ പേരും നാളും എല്ലാം വെച്ച് അവിടെ ഒരു ചെറിയൊരു അഭിനയം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. നമുക്കത് ചില സമയങ്ങളിൽ കണ്ടാൽ മനസ്സിലാവും. നമ്മളെ ഓരോ ഷോട്ടും അല്ലെങ്കിൽ അവരുടെ ആ നിൽപ്പും നടപ്പും അവരുടെ സംസാരവും ഒക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില ഷോ ഇതില് അവര് റിയലായിട്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് സമൂഹത്തിന്റെ റിഫ്ലക്ഷനോ ഇത് മെയിനായിട്ടുള്ളത് ഒരു യങ് ജനറേഷൻ ഇത് ഏറ്റെടുക്കേണ്ടതോ ഒന്നും കാര്യമില്ല. ഇത് ജസ്റ്റ് കാണുക, ഒരു സീരിയൽ കാണുന്നതിനേക്കാൾ ഒരു പക്ഷെങ്കിൽ അഡിക്റ്റഡ് ആവുന്ന ഒരു സംഭവമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ. ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ കൺക്ലൂഷനിലേക്ക് പോവാണ്. അത് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് കണ്ടസ്റ്റ് ചെയ്തേക്കുന്ന നിങ്ങൾ ജസ്റ്റ് ആദ്യം മുതൽ അവസാനം വരെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കുക, ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് മെയിൻ സ്ട്രീമിലേക്ക് സിനിമയിലേക്കോ സീരിയലിലേക്കോ നല്ലൊരു രീതിയിൽ കാസ്റ്റ് ചെയ്യപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരിക്കാം. അത് ആ കുറച്ച് കാലയളവ് അത് കഴിയുമ്പോഴത്തേന് അവർ 100% ഈ ഫീൽഡിൽ നിന്ന് ഔട്ടാകുന്ന രീതിയാണ് ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ എല്ലാം ബാധിച്ചിട്ടുണ്ട്. അവരുടെ റിയൽ സ്വഭാവം അവിടെ വെച്ച് കാണിക്കുമ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഷോയെ ഒരിക്കലും നെഗറ്റീവ് പറയുമല്ല. ഈ ഷോ നല്ലതാണ്, എന്റർടൈൻമെന്റ് ആണ്, ജനങ്ങളെ എൻഗേജ് ചെയ്യിക്കാൻ കഴിയുന്ന ഒരു ഷോയാണ്. 100% നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒരു സീസണെങ്കിലും ഇനി വരുന്ന ഏതെങ്കിലും ഒരു സീസൺ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട്, പിന്നെ സമൂഹത്തിൽ നടക്കുന്ന ചില വ്യക്തികളുടെ സ്വഭാവം, ആ വ്യക്തി ഇങ്ങനെ പ്രതികരിക്കും എന്നതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിച്ചത് ഈ ആർട്ടിസ്റ്റുകളുടെ കരിയറിനെ കുറിച്ചാണ്. കാരണം ഒരിക്കലും നല്ലൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു കലാകാരൻ ഒരിക്കലും അവിടെ പോയി ഒരു കോമാളിയായി അല്ലെങ്കിൽ അവരുടെ ശരിക്കുമുള്ള ഇമേജ് അവിടെ കാണിച്ച് തകർക്കപ്പെടേണ്ട കാര്യമില്ല. താമസിയാതെ തന്നെ അടുത്ത ഷോ സീസൺ 7 ആണെന്ന് തോന്നുന്നു വരാൻ പോകുന്നു. അപ്പൊ എല്ലാവരും കാണുക, അതിനെ കുറിച്ചുള്ള നല്ല വിലയിരുത്തലുകൾ നടത്തുക. ഷോ ഒരിക്കലും അത് നമ്മൾ ഈ മാനദണ്ഡങ്ങളൊക്കെ വെച്ച് ഈ ഷോ കാണുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അറ്റാച്ച്മെന്റ് ഈ ഷോയിൽ ഉണ്ടാകത്തില്ല. നമുക്കൊരു എൻഗേജിങ് ആയിട്ടുള്ള ഒരു സംഭവം കാണുന്നു, ഒരു സിനിമ കാണുന്ന പോലെ കാണുന്നു എന്ന്
നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതും അങ്ങനെ ഒരു രീതിയിലേക്ക് ഈ ഷോ എല്ലാവരും മുൻവിധിയോടെ തന്നെ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം.